ചിങ്ങം രാശി. മകം, പൂരം, ഉത്രം നക്ഷത്രത്തിന്റെ ആദ്യ കാൽഭാഗം. ഈ നക്ഷത്രങ്ങൾ ഉൾച്ചേർന്നിരിക്കുന്നതായ സിംഹരാശി ജാതർക്ക് വ്യാഴം 2015 ജൂലൈ മാസം 14 തീയതി വരെ 12-ാം ഭാവത്തിലും ശേഷം ജന്മത്തിലും, ശനി 2014 നവംബർ 2 വരെ 3-ലും അതിനുമേൽ 4-ലും, രാഹു 2-ലും കേതു അഷ്ടമത്തിലും ആയതുകൊണ്ട് പൊതുവെ ഗുണദോഷ സമ്മിശ്രങ്ങളായിരിക്കുന്ന ഫലങ്ങളായിരിക്കും ഈ വർഷം അനുഭവമാവുക. ഗൃഹലാഭം, ധനലാഭം, വസ്തുവാഹന ലാഭം എന്നിവ അനുഭവമാകുമെങ്കിൽ തന്നെയും കാര്യതടസ്സം, ഇഷ്ടബന്ധുജന വേർപാട്, ശാരീരിക അസ്വസ്ഥത, മനപ്രയാസം എന്നീ വിഷമതകളും വന്നു ചേരാം. ജീവിതത്തിൽ പരിചിതമല്ലാത്തതായിരിക്കുന്ന സന്ദർഭങ്ങളെ നേരിടേണ്ടതായിരിക്കുന്ന അവസ്ഥയും വന്നു ചേരും. വിവാഹാദി മംഗളകർമ്മങ്ങൾക്കും യോഗം കാണുന്നു. സാമ്പത്തികമായി വരവുണ്ടാകുമെങ്കിൽ തന്നെയും അപ്രതീക്ഷിതവും അനാവശ്യവുമായിരിക്കുന്ന ചിലവുകളാൽ പ്രയാസങ്ങൾ അനുഭവമാകാം. സ്വജനങ്ങളുമായി ഇടയ്ക്കിടെ ഉണ്ടാകുന്ന കലഹങ്ങളും രോഗാദ്യരിഷ്ടതകളും മാനസിക സംഘർഷത്തിന് കാരണമാക്കും. ദാമ്പത്യ ജീവിതത്തിലും അസ്വാരസ്യങ്ങൾക്ക് സാധ്യത കാണുന്നു. പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ വഴി ദോഷങ്ങൾ ഉണ്ടാകാം എന്നതിനാൽ തന്നെ മോശമായിരിക്കുന്ന കൂട്ടുകെട്ടുകളിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പൊതുപ്രവർത്തന രംഗത്തുള്ളവർക്കും അത്ര കണ്ട് അനുകൂലമായിരിക്കുന്ന സമയമല്ല. കർമ്മപരമായിരിക്കുന്ന മേഖലകളിൽ പുതിയ പ്രവർത്തനങ്ങൾ നടത്തി അനുകൂല ഫലങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുന്നതാണ്. തന്നിമിത്തം പ്രശസ്തി, അംഗീകാരം എന്നിവ ലഭിക്കാനും ഇടയുണ്ട്. ആപത് സന്ദർഭങ്ങൾ ധാരാളം ഉണ്ടാകാമെങ്കിൽ തന്നെയും അനുചിതമായിരിക്കുന്ന പ്രവൃത്തികളിലൂടെ അവയെയെല്ലാം തരണം ചെയ്യുവാനും സാധിക്കും. കാല്, മുട്ട് എന്നീ സന്ധികൾ സംബന്ധമായിരിക്കുന്ന രോഗങ്ങൾ ബാധിച്ചേക്കാൻ ഇടയുണ്ട്. എടുക്കുന്ന തീരുമാനങ്ങളിൽ പാളിച്ച പറ്റാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ദോഷപരിഹാരാർത്ഥമായി വിഷ്ണു ക്ഷേത്രത്തിൽ ജന്മനക്ഷത്രം തോറും ദർശനം നടത്തുകയും പുരുഷ സൂക്താർച്ചന, പാൽപായസം എന്നീ വഴിപാടുകളും നടത്തുക. ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതും ഗുണപ്രദമാണ്. ശ്രീ മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുന്ന മന്ത്രങ്ങളും സ്തോത്രങ്ങളും പതിവായി ജപിക്കുന്നതും ഗുണം ചെയ്യും.